ഉമ്മാക്കും ഐകത്തി വരാണ്ടിരിക്കട്ടെ, ഒരു ഉമ്മാക്കും അത് കാണാണ്ടിരിക്കട്ടെ. പഠിച്ചവർ ഒരാളെയും ഈ രീതിയിലാക്കാണ്ടായിപ്പോട്ടെ. ഒരാളും മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ കാണാതിരിക്കട്ടെ. പഠിച്ചവര് എല്ലാവർക്കും പഠിച്ചവന് ഓരോരോ മക്കും ഈ വിധി മാത്രം കാണിച്ചു കൊടുക്കരുത്. ഇത്ര കുഞ്ഞു മക്കള് എനിക്ക് വയ്യ കാണാൻ. എന്റെ മോളെ ആ കൂട്ടത്തിൽ പെടുത്തണം. എന്റെ മോള് നീ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് തരണം. പഠിച്ചത് നമ്മളെ കൈവിടൂല. ഇത് കരയുക. ഓക്കെ, എന്റെ മോളെ ആരും കൈവിടെല്ലാരും സഹായിച്ച് എന്റെ മോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എല്ലാരും ദ്വായുണ്ടാകണം, അർത്ഥനിണ്ടാകണം. എന്റെ മോളെ സഹായിക്കുകയും ചെയ്യണം. ഇതെന്താന്നും ഒരു അറിയാത്ത എന്റെ പൊന്നു മോള് ജീവിതത്തിലേക്ക് നിങ്ങൾ എല്ലാരും എന്റെ മോളെ എത്തിച്ചേരണം. ഇവര് പറഞ്ഞ വാക്ക് കേട്ടോ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ വിളക്കാണ് ഫിദ. ആ കുടുംബത്തിന്റെ വിളക്കിനെ നിങ്ങൾ എല്ലാവരും സഹായിക്കണേ. വീടിന്റെ അവസ്ഥ ഇതാണ്. നമുക്ക് വേറെ ആരുമില്ല. ഇല്ലെങ്കിൽ ഈ വീട് മുന്നോട്ട് പോകുന്നത് തന്നെ ആലോചിക്കാൻ കൂടി പറ്റൂല. ഓരോ ഉമ്മമാരും എന്തെല്ലാം സ്വപ്നം കണ്ടിട്ട് ഒരു മക്കളെ വളർത്തും. ആരും അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ട് എന്റെ മോളെ വളർത്തിയ, എന്റെ മോളെ കഷ്ടപ്പെട്ട് ഇത്ര വരെ പഠിപ്പിച്ച് ഒരു ജോലി എന്നതിന്റെ ഉദ്ദേശത്തില് എന്റെ മോളെ ഈ മാസം ജോലിക്ക് കയറുന്ന മോളെ അവസ്ഥ എല്ലാരും ഒന്ന് കാണണം. എല്ലാരും എന്റെ മോളെ ഒന്ന് സഹായിക്കും. ഈ ഉമ്മ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? എന്റെ മോള് പറഞ്ഞത്, ഉമ്മ ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറും, എനിക്ക് പഠിച്ചൊരു ജോലി കിട്ടി, എന്റെ ഉമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞ് എന്റെ പൊന്നും മോളാണ് ഈ ഒരു അവസ്ഥയിലായിട്ടുള്ളത്. എന്റെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഈ ഉമ്മ നെഞ്ചു പൊട്ടി നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുമ്പോ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിച്ചാൽ, നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ, പ്രാർത്ഥനയോടെ കൂടെ നിന്നാൽ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ കുടുംബത്തിന്റെ വിളക്കാണ് ദീദി. എല്ലാരും കൂടി ഒന്ന് സഹായിക്കണം. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ് പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 19 വയസ്സ് മാത്രം പ്രായമുള്ള ഫിദ ഷെറീൻ എന്ന് പറയുന്ന ആ കൊച്ചു